Good morning, sir. Yes, good morning to all. Okay, Chanam. Start the Let us start. Okay. Okay. Yes. Our last class, question diagram at a bendapata carrying land number of others. Other education, other class number of synaptics. In the number discussing unit number 2. Unit number 2. For the unit number 2. Other noun and pronoun in the number discussing. Noun and pronoun. Basic and start with noun and a pronoun in the now start here. Okay. As you know, noun in the English sentence subject and down, verb and down, object and down. For example, I love you. I subject and love. Present tense of the verb you object. Now, this subject is object name. Noun in the noun. Now, noun and the Parayambo, Uru Vastuvindeyo, Uru Vectio, Uri Staratin Deo, Uri Sanadi Deo, Perine Kurikina Padatinayana, number noun in the Parayambo. I give noun in the Parayambo. So we can say noun is what? Noun may be the name of a thing, or a place, or a person,
or anything. എന്തുമായി ബന്ധപ്പെട്ട ഒരു പേരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ദീപ, ദീപ ഉണ്ണി അല്ല, അത് നൗണാണ്, കാരണം ഒരു പേരല്ലേ. മോണിറ്റർ, അതും ഒരു സംഗതിയല്ലേ. അപ്പൊ അത് എന്തിനെങ്കിലും ഒരു പേരിനെ കുറിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. അപ്പോ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് എ പേഴ്സൺ, വാട്ട് എവർ ഇറ്റ് മേ ബി, അങ്ങനെ പേരിനെ കുറിക്കുന്നതിനെ നമ്മൾ നൗൺ എന്ന് പറയും. ഓക്കെ, ഈ നൗണിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം ബേസിക്കലി. അത് രണ്ട് വിഭജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഈസ് കൗണ്ടബിൾ നൗൺ, നെക്സ്റ്റ് ഈസ് അൺകൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ കൗണ്ട് ഇറ്റ് 1 by 1 ആയിട്ട് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്യാൻ പറ്റും, എണ്ണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയുമ്പോൾ ബുക്സ്, അത് കൗണ്ടബിൾ ആണ് അൺകൗണ്ടബിൾ ആണ്? കൗണ്ടബിൾ ആണ്, കാരണം നമുക്ക് എണ്ണാലോ, ഒന്നാമത്തെ ബുക്ക്, രണ്ടാമത്തെ ബുക്ക്, മൂന്നാമത്തെ ബുക്ക്. നേരെ മറിച്ച് ഷുഗർ, പഞ്ചസാര, അത് നമുക്ക് ഓരോ നേരം എണ്ണിയെടുക്കാൻ പറ്റുമോ? പറ്റില്ല, അതാണ് അൺകൗണ്ടബിൾ. റൈസ്, അരി, അത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുമോ? അങ്ങനെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓയിൽ, അത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ല, ഓരോ ബോട്ടിൽ വേണമെങ്കിൽ തിരിക്കാൻ പറ്റും. അങ്ങനെ എണ്ണാൻ പറ്റുന്ന സംഗതികളാണെങ്കിൽ അതിനെ കൗണ്ടബിൾ നൗൺസ് എന്നും, എണ്ണാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ അൺകൗണ്ടബിൾ നൗൺസ് എന്നും പറയുന്നു. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ അത് ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതങ്ങനെ വിട്ടേ, കൗണ്ടബിൾ അൺകൗണ്ടബിൾ വിട്ടേ. അല്ലാത്ത രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ നൗണിനെ നമുക്ക് 4 ആയിട്ട് വിഭജിക്കാം. നൗൺ അതിപ്പോ കൗണ്ടബിൾ ആയാലും ശരി, അൺകൗണ്ടബിൾ ആയാലും ശരി, നമുക്ക് 4 ആയിട്ട് വിഭജിക്കാം. ഇറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻടു 4. അത് നമ്മൾ നോക്കിയിരുന്നാൽ മതി. ഒരു അൺകൗണ്ടബിൾ കൗണ്ടബിൾ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയപ്പോ, ആ വഴിക്ക് പോയപ്പോ അതുകൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞോളൂ. യെസ്. അപ്പോ അത് നമുക്ക് 4 ആയിട്ട് വിഭജിക്കാം. ആ 4 ആയിട്ട് നമുക്ക് നൗണിനെ വിഭജിക്കാം. അതിൽ ഒന്നാമത്തെ പറയുന്ന പേര് പ്രോപ്പർ നൗൺ, രണ്ടാമത്തെ പറയുന്ന പേര് കോമൺ നൗൺ, മൂന്നാമത്തെ പറയുന്ന പേര് അബ്സ്ട്രാക്ട് നൗൺ, നാലാമത്തെ പറയുന്ന പേര് കളക്റ്റീവ് നൗൺ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ 4 ആയിട്ട് നൗണിനെ വിഭജിക്കാം. അപ്പൊ ആ 4 ഗ്രൂപ്പ് ഞാൻ ഒന്നും കൂടി പറയാണ്: പ്രോപ്പർ, കോമൺ, അബ്സ്ട്രാക്ട് ആൻഡ് കളക്റ്റീവ്. ഇങ്ങനെ 4 ആയിട്ട് വിഭജിക്കും. ഇത് നമുക്കൊന്ന് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. അതില് ആദ്യം ഞാൻ പറഞ്ഞു പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ പേര്, അതിനെ നമുക്ക് എന്ത് പറയാം? പ്രോപ്പർ നൗൺ എന്ന് പറയും. ഇപ്പൊ മദ്രാസ് ഒരു സ്ഥലത്തിന്റെ പേരല്ലേ, കൊച്ചി, പെരുമ്പാവൂർ, അതൊക്കെ എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. ഒരു പേര്, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സംഗതിയുടെയോ പേരിനെ കുറിക്കുന്നതിനെയൊക്കെ നമ്മൾ പ്രോപ്പർ നൗൺ എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് ശ്രുതി, ശ്രീജിത്ത്, അത് ഒരു പ്രോപ്പർ നൗൺ ആണ്, കാരണം അത് പേരാണ്. അപ്പൊ പേരിനെ കുറിക്കുന്ന ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോപ്പർ നൗൺ എന്താണെന്ന് പറഞ്ഞു. നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ തിങ്. രണ്ടാമത് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് കോമൺ നൗൺ. കോമൺ, കോമൺ എന്ന് പറയുന്ന പേരിൽ നമുക്ക് കോമൺ, പൊതുവായത് അല്ലെ, കോമൺ, കോമൺ എന്ന് പറയാല്ലേ, കോമൺ, പൊതുവായത്. അതായത് ഒരു പേര് നമ്മൾ പറയുമ്പോൾ ആ ഇനത്തിൽപ്പെട്ട എല്ലാവരെയും ഉദ്ദേശിച്ചു, ആ വർഗം മുഴുവൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ഉദാഹരണം പറയുന്നു, ബോയ്, ആൺകുട്ടികൾ. ആ ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൺകുട്ടിയല്ല, എല്ലാ ആൺകുട്ടികളും ഉണ്ടാകും. ബോയ്സ് ആർ ഗുഡ്, ആൺകുട്ടികൾ നല്ലവരാണ്. അപ്പോ നമ്മൾ എന്ത് പറയുന്നു? ആ ബോയ്സ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ആൺകുട്ടികൾ എന്ന് പറയുന്ന മൊത്തം റേസിനെ, വർഗത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നു ഗേൾ, പെൺകുട്ടികൾ. ആ പെൺകുട്ടി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഹോൾ ഗേൾസ്, മുഴുവനായിട്ടുള്ള പെൺകുട്ടികൾ, മുഴുവൻ പെൺകുട്ടികളെയുമാണ്. ഇപ്പൊ നമ്മൾ കൗ, പശു എന്ന് പറയുമ്പോൾ, കൗ ഈസ് എ ഡൊമസ്റ്റിക് അനിമൽ എന്ന് പറയുമ്പോൾ ഒരു കൗവല്ല, എല്ലാ കൗവിനെ കുറിച്ചാണ് പറയുന്നത്.
അതായത് ഒരു വാക്കുകൊണ്ട് ആ ഒരു വർഗത്തെ, ആ ഒരു റേസിനെ മുഴുവനും ഉദ്ദേശിക്കുന്നതാണ് എങ്കിൽ നമുക്ക് അതിന് കോമൺ നൗൺ എന്ന് പറയും. ചെയർ, ടേബിൾ, ടേബിളിൽ ഒരു ടേബിൾ, ആ ടേബിളുമായി ബന്ധപ്പെട്ട എല്ലാ ടേബിളുകളും, ചെയർ, എല്ലാ ചെയറുകളും. അപ്പോ നമുക്ക് ധൈര്യമായിട്ട് പറയാം കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ ടു ഓൾ. ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ നൗൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെയാണ് അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നൗൺ, ഇപ്പൊ നമുക്കിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു ശ്രുതി എന്ന് പേര് പറഞ്ഞു, ആ നൗണിനെ നമുക്ക് കാണാൻ പറ്റും, തൊടാനും പറ്റും, ഇല്ലേ? പക്ഷെ ഈ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണാനും തൊടാനും പറ്റില്ല. ഇന്ന സ്ഥലത്താണ് അത് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റില്ല, സ്പർശിക്കാനും പറ്റില്ല. ബട്ട് വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. നമുക്ക് അനുഭവിക്കാൻ പറ്റും. വി ക്യാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ഉദാഹരണം പറയാം, മരണം, അതൊരു പേരല്ലേ, മരണം. അപ്പൊ ആ മരണത്തെ നമുക്ക് കാണാൻ പറ്റും? ഇല്ല. നമുക്കത് സ്പർശിക്കാൻ പറ്റും. മരിച്ച് കിടക്കുന്ന ആളെ സ്പർശിക്കാം, പക്ഷെ മരണത്തെ സ്പർശിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ അങ്ങനെ ദാറ്റ് വി കനോട്ട് സീ ആൻഡ് വി കനോട്ട് ടച്ച്. കാണാൻ പറ്റില്ല, അതിനോടൊപ്പം തന്നെ സ്പർശിക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറക്റ്റായിട്ട് ഇന്നതാണ്, ഇതാണ് മരണം എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട് നൗൺ. നമുക്ക് വേണമെങ്കിൽ പറയാം അഖില സുന്ദരിയാണ് എന്ന് പറഞ്ഞു. ആ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും, ഇന്ന സ്ഥലത്താണ്. ഓക്കെ, മുമിന ബിൻഡ്, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നേരത്തെ പറഞ്ഞ മൊത്തത്തിൽ സൗന്ദര്യം, ഇന്ന സ്ഥലത്താണ് സൗന്ദര്യം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അനുഗ്രഹം പറഞ്ഞ കറക്റ്റ് ആണ്. ലവ്, സ്നേഹം, ഇഷ്ടം, അത് ഇറ്റ് ക്യാൻ ഓൺലി എക്സ്പീരിയൻസ്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, രേഷ്മയെ നോക്കിക്കൊണ്ട് യു ആർ യങ്, നിങ്ങൾ ചെറുപ്പമാണ്. ആ യങ് അല്ലെങ്കിൽ യൂത്ത് എന്ന് പറഞ്ഞത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതെ, ഈ ഇരിക്കുന്നതാണ് യൂത്ത്. മൊത്തത്തിൽ യൂത്ത് എന്ന് പറയുന്നത് ഇത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ ദാറ്റ് വി കനോട്ട് സീ ഇറ്റ് ആൻഡ് വി കനോട്ട് ടച്ച് ഇറ്റ്, ബട്ട് ഓൺലി വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കളക്റ്റീവ് നൗൺ ആണ്. അപ്പൊ കളക്ഷൻ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് എത്താൻ പറ്റും എ ഗ്രൂപ്പ് ഓഫ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ്, ഒരു ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ പറയുന്നത്, ഇപ്പൊ നമ്മൾ ചൂലെടുക്കുകയാണ്. ആ ചൂലില് ഒരു ഇർക്കിലിയല്ല ഉള്ളത്, അല്ല, ധാരാളം ഇർക്കിലികൾ ചേരുമ്പോൾ ഒരു ചൂലാവും. അപ്പൊ ഒരു ചൂലെന്ന് പറയുമ്പോൾ അതിന് ധാരാളം റൂംസ് ചേർന്നിട്ടുണ്ട്. യെസ്. ഇനി അതുപോലെ നമുക്ക് പറയാം, ഇപ്പൊ നമ്മൾ പറയുന്നത് ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് എന്ന് പറയുന്നത്, ഫ്ലീറ്റ് ഓഫ് ഷിപ്പ്, കപ്പലിന്റെ കൂട്ടം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടത്തെയാണ്. പക്ഷെ ആ ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ അതിനകത്ത് ധാരാളം എന്തുണ്ട്, കപ്പലുകളുണ്ട്. ഇനി നമുക്ക് വേറെ ഉദാഹരണം പറയാം, ബൊക്കെ. ബൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സിംഗിളാണ്, ഒരാളുള്ളൂ. പക്ഷെ ബൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ധാരാളം പൂക്കൾ വേണം. ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സോ മെനി ഫ്ലവേഴ്സ്. ധാരാളം പൂക്കൾ ചേരുമ്പോഴാണ് ഒരു ബൊക്കെ ആവുന്നത്. അതിനാണ് നമ്മൾ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ, ക്ലാസ് റൂം, വെരി ഗുഡ്, റെഡിയാണത്. ഓക്കെ, അപ്പൊ പല സംഗതികൾ ചേരുമ്പോഴാണ് അതിന് നമ്മൾ എന്താ പറയാ, അതിനൊരു ക്ലാസ് റൂം എന്ന് പറയാം. അപ്പോ എ ഗ്രൂപ്പ് ഓഫ് തിങ്സ്, ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ്, അത് ഉൾക്കൊള്ളുന്നതിന് കളക്റ്റീവ് നൗൺ എന്ന് പറയാം. അപ്പൊ ഈ 4 പേരുകൾ മറക്കാതിരിക്കുക. നൗൺ ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻടു 4: പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ ആൻഡ് കളക്റ്റീവ് നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധനങ്ങളുടെയും എല്ലാത്തിന്റെയും പേര്. കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്പീഷീസ് മുഴുവനും ഉൾപ്പെടുത്തി പറയുന്നത്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ നോട്ട് സീ ഇറ്റ്, വി ക്യാൻ നോട്ട് ടച്ച് ഇറ്റ്, ബട്ട് വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. അങ്ങനെയുള്ളതിനെ നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നു. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അപ്പോ ഈ 4 പറഞ്ഞതിൽ എന്തെങ്കിലും സംശയാർത്ഥങ്ങളുണ്ട്?
ഇല്ല അല്ലേ? കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയ ഒരെണ്ണം വിളിച്ചാൽ വേണ്ടി എടുക്ക. യെസ്. ബിബിത, ഏറ്റവും പറഞ്ഞത് മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ക്ലിയർ ആയി. അതൊന്ന് ബിബിത ഇങ്ങോട്ട് പറഞ്ഞേ. സാർ ഈ കൗണ്ടബിൾ അൺകൗണ്ടബിൾ പറയണ്ടല്ലോ. എന്തോ? വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഈ നാലെണ്ണം വേണ്ട, ഇത് പറഞ്ഞാൽ മതി. ഈ നാലെണ്ണം അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ഓക്കെ. നൗണിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രോപ്പർ നൗണും കോമൺ നൗണും അബ്സ്ട്രാക്ട് നൗണും കളക്റ്റീവ് നൗണും. അതിൽ ഫസ്റ്റ് വന്നാണ് പ്രോപ്പർ നൗണ്. പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്നതിനാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അത് പ്രോപ്പർ ആയിട്ടുള്ള ഇപ്പൊ സ്ഥലങ്ങൾ പറയാം. അതായത് ഇപ്പൊ എന്റെ പേര് പറയാം, ബിബിത അല്ലെങ്കിൽ ഡൽഹി. ഇതൊക്കെ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. കോമൺ നൗൺ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിലായി കാണിക്കുന്നതിനെയാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയല്ല, ഒരു ഗ്രൂപ്പിന്. ഇപ്പൊ കൗ എന്ന് പറയുമ്പോൾ എല്ലാ കൗവും ഉൾപ്പെടും. ബോയ്സ് എല്ലാ ബോയ്സിനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഗേൾസ് അങ്ങനെ പറയുന്നതാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് അബ്സ്ട്രാക്ട് നൗൺ. അത് നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റാത്തതിനെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലവ്, ഡെത്ത്, മരണം, അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് അതിനുള്ള ഉദാഹരണം. പിന്നെ അടുത്ത് നെക്സ്റ്റ് ആണ് കളക്റ്റീവ് നൗൺ. അതൊരു ഗ്രൂപ്പ് ഓഫ് തിങ്സിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അത് ക്ലാസ് റൂം, ബൊക്കെ, ചൂല്, ഇതൊക്കെ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. വെരി ഗുഡ്. ബബിത വളരെ നന്നായിട്ടുണ്ട്. വളരെ ഇരുത്തം വന്ന അധ്യാപിക പോലെയാണ്. അതായത് എല്ലാം അറിയാവുന്ന ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഇരുത്തം വന്നൊരു രീതിയിൽ. ബബിത, വെരി ഗുഡ്. താങ്ക് യു സർ. വെരി ഗുഡ്. യെസ്. 2 കൃഷ്ണപ്രിയ ഉണ്ട്. അതാണ് പ്രശ്നമായെന്ന് തോന്നല്ലേ? ആരെയാണ് വിളിക്കുന്നത്? രണ്ടുപേർക്കും സംശയം വന്നിട്ടുണ്ടോ? യെസ്. എന്തോ? എന്താണ് ദിവ്യ? എനി പ്രോബ്ലം? ദിവ്യ കേസ്. ഓക്കെ. ഇനി ആരാണ് അടുത്തൊരാള്? ഓക്കെ. ദിവ്യ ഓക്കെ. ഞാൻ എസ് എന്ന് പറഞ്ഞപ്പോ ദിവ്യ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. ഓക്കെ. ഈ വാഹനങ്ങൾക്ക് പറയണ പോലെ വാഹനങ്ങൾ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ആദ്യം കയറി പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വാഹനം എന്ത് ചെയ്യും? ഒന്ന് ഹെഡ്ലൈറ്റ് പകലാണെങ്കിൽ ഒന്ന് തെളിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ആദ്യം പോകുന്നു, നിങ്ങളുടെ വെയിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ പാലത്തിന്റെ അപ്പുറം നിൽക്കാണ്. അപ്പൊ അപ്പുറം നിൽക്കാൻ ആദ്യം ധൃതിയാണെങ്കിൽ ആൾക്കാർ പറയുന്നത്, അപ്പൊ അവനെന്ത് ചെയ്യും? വൈപ്പർ ഓണാണ്. പറ്റൂല എന്നാണ് പറയുന്നത്. നിങ്ങൾ അവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. വാഹനങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ ഞാൻ യെസ് ദിവ്യ പറഞ്ഞു ഓക്കെ, നോ, യെസ്. ഓക്കെ. അപ്പൊ റെജീന. ഓക്കെ. അപ്പൊ റെജീന എന്തിനാ വിളിക്കുകയാണ്? റെജീന, അപ്പൊ നേരത്തെ നമ്മൾ നൗൺ 4 പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് സിംഗുലറും പ്ലൂറലും ഉണ്ട്. സിംഗുലർ ആൻഡ് പ്ലൂറൽ കേട്ടോ. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഉള്ളത്. പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോർ ദാൻ 1, ഒന്നിൽ കൂടുതലുണ്ട്. അറിയാലോ, സിംഗുലർ, പ്ലൂറൽ. ഇപ്പൊ ബുക്ക് എന്ന് പറയുന്ന അത് സിംഗുലർ ആണോ പ്ലൂറലാണോ? സിംഗുലർ. അപ്പൊ അതിന്റെ പ്ലൂറൽ എന്ത് വരും? ബുക്സ് അല്ലെ? എസ് ചേർത്തപ്പോ എന്തായിട്ട് മാറി? പ്ലൂറലായിട്ട് മാറി. അപ്പൊ നമുക്ക് വേറൊരു കാര്യം പറയാം. ബോയ് എന്ന് പറയുമ്പോ സിംഗുലർ ആണോ പ്ലൂറലാണോ? സിംഗുലർ ആണ്. അപ്പൊ അതിന്റെ പ്ലൂറൽ ആക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബോയ്സ് ഉണ്ടാക്കി അല്ലെ? ബോയ്സ് ആക്കി. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റൂലേ? ലാസ്റ്റ് എസ് വരുന്നത് എല്ലാം പ്ലൂറൽ ആയിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ റെജീന? അത് ചിന്തിക്കാൻ പറ്റുമല്ലേ? ശരി, ഓക്കെ. ഇനി ഞാൻ അവിടെ റെജീന തന്നെ വിളിക്കുകയാണ്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ബോയ് എന്ന് പറഞ്ഞതിന് ശേഷം ബോയ്സ് എന്ന് പറഞ്ഞപ്പോൾ പ്ലൂറലായി. ഗേൾ എന്ന് പറഞ്ഞിട്ട് ഗേൾസ് എന്ന് പറയുമ്പോൾ പ്ലൂറലായി. അപ്പൊ അതിൽ നിന്ന് റെജീനയായിട്ട് കണ്ടെത്തിയ ഒരു
കണ്ടുപിടുത്തമാണ് എന്ത് എസ് ലാസ്റ്റ് ഉണ്ട്, അത് പ്ലൂറലാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഫിസിക്സ് PHYSICS ഫിസിക്സ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറലാണ്? സിംഗുലർ. നേരത്തെ അപ്പൊ പറഞ്ഞ് എസ് വന്നാൽ കംപ്ലീറ്റ് നമുക്ക് പിന്നെ ചില വേർഡ്സ് ഒക്കെ അങ്ങനെ എസ് വരുമ്പോ നേരത്തെ ഒന്ന് പറയണ്ടേ, ഞാനത് റെജിയെ പറയൂലെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് എപ്പോഴും പറ്റുള്ളൂ സാറേ, ഇടക്കിടക്കൊക്കെ പറ്റുള്ളൂ. എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ യു ആർ സേഫ് ആയിരുന്നു. ഓക്കെ, എല്ലാ എസും വല്ലതും നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് പറയാൻ പറ്റും. ഫിസിക്സ് അല്ലെ, മാത്തമാറ്റിക്സ് അത് ലാസ്റ്റ് അവസാനിക്കുന്നത് എന്തിനകത്താണ്? എസിലാണ്. പക്ഷെ അത് നമുക്ക് കണക്കുകളിലല്ല. ഇക്കണോമിക്സ് ലാസ്റ്റ് അവസാനിക്കുന്നത് എസിലാണ്. പക്ഷെ സാമ്പത്തിക ശാസ്ത്രം ശാസ്ത്രങ്ങളിലല്ല, ശാസ്ത്രം. അപ്പോ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വേർഡിന്റെ പ്ലൂറൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ എസ് ചേർത്ത കറക്റ്റ്. ഇനിയിപ്പോ റെജീന ഞാൻ വേറൊരു വാക്ക് പറയാണ്, ഗ്ലാസ് എന്ന് പറയുന്നത് GLASS ഗ്ലാസ്. അപ്പൊ അതിന്റെ പ്ലൂറൽ എന്ത് വരും? ഗ്ലാസസ്. ഗ്ലാസസ് ആണ്. അപ്പൊ അവിടെ വെറുതെ എസ് ചേർത്താൽ മതിയാ? ES ചേർക്കണം. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് വേറൊരു വേർഡ് ഞാൻ പറയാണ്, ഫോക്സ്, കുറുക്കൻ. കുറുക്കന്മാർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫോക്സസ്. അവിടെ ES വരും. അപ്പൊ നമുക്ക് പറയാനായിട്ട് സാധിക്കും വാക്കുകളുടെ പ്ലൂറൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് എസ് ചേർത്താൽ മതി. അപ്പൊ ചിലതിന് എന്ത് വരും? ES ആയിരിക്കും ചിലക്കില്ല. എല്ലാ എസ് ഉള്ളതും എന്തല്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കും. ഇനി ഞാൻ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ, മങ്കി എന്നുള്ളതിന്റെ പ്ലൂറൽ എന്ത് വരും? മങ്കീസ്. സ്പെല്ലിംഗ് പറഞ്ഞേ. MONKIES. KIES അല്ലേ? അതെ. റെജീന പറഞ്ഞ സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്ന് എല്ലാവർക്കും ആർക്കെങ്കിലും അഭിപ്രായം വ്യത്യാസമുണ്ട്? KYES സർ. KYES ആണ് അല്ലേ? MONKEYS അല്ലേ? KYES. KYES ഉണ്ട്. അതൊക്കെ വേറെ സാറാണ്. പറയാ റജീനെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. MONKEYS. ഓക്കെ ഓക്കെ. ഇനി ഞാൻ റജീനോട് വേറെ ചോദ്യം ചോദിക്കുന്നത്, ബേബീസ്. അതിന്റെ പ്ലൂറൽ എന്ത് വരും? കുട്ടി, ബേബീസ്. സ്പെല്ലിംഗ് പറഞ്ഞേ. ES വരും ലാസ്റ്റ്. അപ്പൊ മുഴുവൻ സ്പെല്ലിംഗ് പറഞ്ഞ BABIES. അത് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും Y എന്ന് പറയുന്ന വേർഡിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോ S ആയിരിക്കും, ചിലപ്പോ എന്തായിരിക്കും? IES ആയിരിക്കും. അത് നമുക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ടെക്നിക്ക് പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യാം, ആദ്യം പറഞ്ഞ മങ്കി നോക്കുക. മങ്കി എന്ന് എഴുതി കഴിഞ്ഞപ്പോ ഏറ്റവും അവസാനത്തെ അക്ഷരം വയ്യല്ലേ, അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നോക്കുക. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാണ്? ഇ അല്ലേ? ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൗവൽ സൗണ്ടിൽ പെട്ടതല്ലേ, AEIOU. അപ്പൊ അതിൽപ്പെട്ട ഒരു വേർഡാണെങ്കിൽ, അതൊരു കോമൺ ആയിട്ട് നമുക്ക് ചിന്തിച്ചിരിക്കാം, അതിൽപ്പെട്ട ഒരു വേർഡാണെങ്കിൽ അതിന്റെ കൂടെ എസ് ചേർത്താൽ മതി. AEI ബേബി എന്ന് പറയുമ്പോ വൈയുടെ തൊട്ട് മുന്നിൽ ബി അല്ലേ, വൗവൽസിൽ പെട്ടതല്ലോ. അങ്ങനെയല്ല വരുമ്പോൾ അവിടെ നമുക്ക് എന്ത് വരുന്നു? IES എന്ന് വരുന്നു. അത് ഒരു കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയണ്. എന്താണ് നൗൺ എന്ന് പറഞ്ഞു, 4 ആയിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു, ഒരു വേർഡിന്റെ ഒരു നൗണിന്റെ പ്ലൂറൽ എങ്ങനെ എഴുതാമെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ എസ് മതി, ചിലപ്പോൾ ES മതി, ചിലപ്പോൾ IES വേണ്ടി വരും. അത് എങ്ങനെയാണെന്നുള്ള കാര്യം കുറെയൊക്കെ നമ്മൾ ബൈഹാർട്ടായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ പറഞ്ഞത് മാത്രമേ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ നൗണുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചത്. പിടികിട്ടിയല്ലോ? ഡൗട്ട് ഒന്നുമില്ല? ഓക്കെ 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 ഓക്കെ. ഓക്കെ ദിവ്യ.
Okay, okay, okay. Very good, very good. Yes. Ready. നമുക്ക് അടുത്തിലോട്ട് പോകാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് ക്രിസ്തുമസിന് ശേഷമാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും കൃത്യമായ അൽഫിയ ക്രിസ്തുമസ് ആശംസകൾ. പുതുവത്സരം പറയാനായിട്ട് ചാൻസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ പറയാണ്, എല്ലാവർക്കും കൃത്യമായ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. Thank you, sir. Okay, 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 okay. Thank you, sir. Happy Christmas. Happy Thank you. Christmas. Same to you. Yes. Happy Christmas. Okay, okay, okay. Alfia, very good. 2025 നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് വർഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. Thank you, sir. സാറിന് തന്നെ ആകട്ടെ. ഓക്കെ 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 ശരി 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 ശരി. ഞാനും ഒരുപാട് പ്രതീക്ഷകളോടെയാണ് 2025 നോക്കി കാണുന്നത്. അപ്പോ ആ പ്രതീക്ഷകൾ കൂടിയിട്ട് എന്ന് ഞാൻ വിചാരിക്കും. സാർ 2025 ഞങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ്മാരാവും. യെസ്, വെരി ഗുഡ്. അങ്ങനെ സംഭവിക്കട്ടെ. എല്ലാവരും ടീച്ചേഴ്സ്മാരാവട്ടെ. നിങ്ങളെ ആയില്ലെങ്കിൽ ഞാനിപ്പോ എല്ലാവരെയും ടീച്ചേഴ്സായിട്ടാണ് കണക്കാക്കുന്നത്. ആ ഒരു ഓക്കെ സാവിയോ ആ ഒരു റേഞ്ചിലാണ് കണക്കാക്കുന്നത്. അത് നല്ല കുട്ടികളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളെ കുറിച്ച് പൊതുവെ മറ്റെല്ലാ ടീച്ചർമാർക്കും വളരെ നല്ല അഭിപ്രായമാണ്. അങ്ങനെ ആരും നെഗറ്റീവായിട്ട് പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് നല്ല കുട്ടികളായിട്ടാണ്. ഓക്കെ 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 മെപ്സി. ഓക്കെ ഓക്കെ ദിവ്യ. ഇനി ആർക്കെങ്കിലും ഒരു മെസ്സേജ് പറയണമെന്നുണ്ടെങ്കിൽ പറയണ്ട. രണ്ടായിരത്തി 2025 കുറിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആഘോഷത്തെ കുറിച്ചോ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ 2 വാക്കുകൾ തയ്യാറാക്കാട്ട. എക്സ്പെക്ടിങ് യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് 2025 2025 കുറിച്ചുള്ള നിങ്ങളുടെ നല്ല പ്രതീക്ഷകൾ. യെസ്, അപ്പൊ ഞാനത് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ചോദിക്കാം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടൊന്ന് ആലോചിച്ച് വെച്ചു. 2025 കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകള്, ആഗ്രഹങ്ങള്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 2024 ഡിസംബർ 31 എടുത്ത തീരുമാനങ്ങളിൽ നടപ്പാക്കാത്ത തീരുമാനം എന്താ? കഴിഞ്ഞ വർഷം അല്ലെ, 2024 അല്ലട്ടെ 2023 ഡിസംബർ 31 നമ്മളെടുത്ത തീരുമാനങ്ങളിൽ നടപ്പിലാക്കാത്ത വല്ല തീരുമാനങ്ങളുണ്ട്? ഡിസംബറിൽ എടുത്തത് അതേ തീരുമാനം തന്നെയാണ് നമ്മൾ 24 എടുക്കാൻ പോണേ. യെസ്. അപ്പൊ എടുത്തിട്ട് നടപ്പിലാക്കാത്ത തീരുമാനങ്ങൾ എന്താണ്? പറഞ്ഞോളൂ. അതാ പറഞ്ഞു, കേക്കണില്ലേ? ഉറക്കെ പറഞ്ഞു. എന്തെങ്കിലും തീരുമാനം നടപ്പിലാക്കാനുണ്ടോ? 23 തീരുമാനങ്ങള് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒട്ടും കേൾക്കില്ലേ? ഇപ്പൊ ഒട്ടും കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞത് കേട്ടു. ഇതുപോലെ തന്നെ ഞാൻ വിചാരിച്ചേ 2024 ആവുമ്പത്തേക്കും വണ്ണൊക്കെ കുറച്ച് സ്ലിം ബ്യൂട്ടി ഒക്കെ ആവാന്ന് ഓർത്ത്. അതിന്റെ ഇരട്ടി വണ്ണ ഇനി 2025 ഇത് തന്നെയാണ് പ്രതീക്ഷ. നോ പ്രോബ്ലം. ലെറ്റ് us wait for the change. നമുക്ക് മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കാം. യെസ്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ. അതൊരു പക്ഷേ വ്യക്തികളെ കണ്ടുമുട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഗതി. എങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് പോകും. ഇപ്പോ
ഇപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ എത്തി നിൽക്കാണ് ഞാനും. ഞാന് കഴിഞ്ഞ കൊല്ലം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് പഠിക്കാൻ പറ്റുന്നൊന്നും വിചാരിച്ചില്ല. ഞാനിപ്പോ 15 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഇന്നലെ ഇറങ്ങി. അത്രയും ദിവസം എന്നെ ടീച്ചേഴ്സ് മിസ്സേ എന്നൊക്കെ വിളിച്ച് നമുക്കൊരു റെസ്പെക്ട് ഇതൊക്കെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചു. സ്വപ്നം കണ്ട പോലെ ഞാൻ ഇന്നലെ പടി ഇറങ്ങി അവിടുന്ന്. 15 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതൊരു കോൺഫിഡൻസ് കിട്ടും. അത് നമ്മള് ഈ പൊതുവെ പറയുന്നത് സ്നേഹിക്കാൻ എല്ലാവർക്കും പറ്റും, സ്നേഹിക്കപ്പെടുക എന്ന് പറയില്ലേ, അത് അത് ഭയങ്കര സംഭവമാണ്. അതിന് പറ്റണം. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു അതൊരു വേറെ ലെവലാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ചെറിയ ക്ലാസ് കുട്ടികളോട് മുമ്പ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചോദിക്കും? മേ കമിൻ സാർ എന്ന് ചോദിക്കണം. അപ്പൊ കുട്ടികൾ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ വെറുതെ അവരോട് പറഞ്ഞു, ഇനി നിങ്ങളാണ് അവിടെ ഇരിക്കുന്ന എന്ന് വിചാരിക്കുക. ഇതേപോലെ ഒരു കുട്ടി അവിടെ വന്നിട്ട് മേ കമിൻ സാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും മറുപടി? ഇപ്പൊ അതറിയാൻ പാടില്ല, കാരണം അങ്ങോട്ടൊന്നും എത്തൂല. അപ്പൊ അവര് ചിന്തിക്കുന്നത് അതായിരുന്നു, അവിടെ കയറി പറയേണ്ടി വരില്ല, ചോദിക്കാൻ യെസ് കമിൻ. ഓക്കെ 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 ഓക്കെ. ചെറിയ കുട്ടികളോട് ചോദിക്കുമ്പോ അവര് പറഞ്ഞത് അവിടെ നിന്ന് ഞങ്ങൾ എത്തൂല സാറേ, അവിടെ അതൊക്കെ അച്ഛൻ പറഞ്ഞോളും, ഞങ്ങൾക്ക് ചോദിക്കാൻ മതി. ഇപ്പൊ നേരത്തെ ഇപ്പൊ മറ്റേ ഡോണ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നമുക്കൊരു റെസ്പെക്ട് കിട്ടുക, ടീച്ചറെ മിസ് എന്നൊക്കെ വിളിച്ചിട്ട് നമ്മുടെ കൂടെ കുട്ടികൾ വരിക. വീണ്ടും നമ്മൾ വേറെ വല്ല ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് ടീച്ചർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ, സന്തോഷം. സ്കൂൾ പോകുമ്പോ ഇങ്ങനെ ടാറ്റയൊക്കെ തരുമ്പോ എന്താ അഭിമാനം എന്നറിയോ, ഭയങ്കര ഒരു സന്തോഷമാണ്. ഇനി നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിച്ചു, അവര് വീട്ടിൽ ചെന്നിട്ട് ഈ പഠിപ്പിച്ച കാര്യം അവരുടെ അച്ഛനോട് അമ്മനോട് പറഞ്ഞു കേൾപ്പിക്കുമ്പോ അവർ ഓട്ടോമാറ്റിക് ഇതൊക്കെ ആരാ പഠിപ്പിച്ച്, ഇത് ഡോണ ടീച്ചർ അപ്പൊ വേറെ ലെവലായി. അപ്പൊ അത് വേറെ ലെവലായില്ലേ ശരിക്കും. ഇന്നലെ മലയാളം എക്സാം ആയിരുന്നേ. അപ്പൊ ഞാൻ കുറച്ച് പാട്ടൊക്കെ അവരുടെ തന്നെ ടെക്സ്റ്റിലുള്ള പാട്ടൊക്കെ പാടിച്ച് താളത്തിലൊക്കെ പാടിച്ചിട്ടോ. അതേ ക്വസ്റ്റ്യൻ തന്നെ അവർക്ക് വന്നപ്പോ അവര് അതിന്റെ ആൻസർ പറയുന്നത് ആ പാട്ട് പാടി. എനിക്ക് എന്ത് സന്തോഷം എന്ന് പറയാം, ഞാൻ പഠിപ്പിച്ച പാട്ട് പാടിയ പിള്ളേര് ആൻസർ പറയണേ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, ഒക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഡോണറുടെ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുകയാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എക്സാമും കഴിയണം അങ്ങനെ പറയണെങ്കി, എക്സാമും കൂടി കഴിഞ്ഞ അങ്ങനെ പറയാ. നോ പ്രോബ്ലം, ഇതൊക്കെ ഈസി ആയിട്ട് പാസ് ആവും. വെരി ഗുഡ് വെരി ഗുഡ്. ഇതൊക്കെ നിങ്ങള് എന്താ പറയാ വളരെ എളുപ്പത്തിൽ പാസ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. നോ പ്രോബ്ലം. യെസ്. അപ്പൊ ശ്രീലക്ഷ്മി, യെസ്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് നൗണിനെ കുറിച്ചാണ് പറഞ്ഞത്. നൗണിനെ കുറിച്ചൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് നൗണിനെ കുറിച്ച് പറയുന്നത് നൗണിന്റെ ജെൻഡറാണ്. ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആണാണോ പെണ്ണാണോ. നമ്മൾ ചില അപേക്ഷകളൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ ജെൻഡർ എന്നൊരു കോളം കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് വെദർ മെയിൽ ഓർ ഫീമെയിൽ എന്നാണ് ജെൻഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ വേറെ സ്ഥലത്ത് ഒരു പക്ഷേ സെക്സ് എന്നായിരിക്കും കൊടുക്കുക, മെയിൽ ഓർ ഫീമെയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇനി ഈ നൗണിന്റെ ജെൻഡറിനെ കുറിച്ച് പഠിക്കുകയാണ്. അത് ആണാണോ പെണ്ണാണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ ജെൻഡറിനെ കുറിച്ച് പഠിക്കുമ്പോഴും ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ നൗണിനെ 4 ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ജെൻഡർ മീൻസ് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള രീതിയിൽ, സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് പറയുന്നത്, ആ രീതിയിൽ നമ്മൾ ഇതിനെ 4 ആയിട്ട് വിഭജിച്ചു. ഒന്നാമത്തേന് മാസ്കുലിൻ, രണ്ടാമത്തേന് ഫെമിനിൻ, മൂന്നാമത്തേന് ന്യൂട്ടർ, നാലാമത്തേന് കോമൺ. അങ്ങനെ 4 ആയിട്ടാണ് വിഭജിച്ചത്. അപ്പൊ അതുകൂടി നമുക്ക് എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ജെൻഡറിനെ, ലിംഗവിഭജനത്തെ നമ്മൾ ആദ്യത്തിൽ പറയുന്നത് മാസ്കുലിൻ എന്നാണ്. മാസ്കുലിൻ എന്ന് പറയുമ്പോൾ മെയിൽ
എന്ന് പറയുന്ന വേർഡിനോട് എന്ന് പറഞ്ഞാൽ മെയിൽ. മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആണ്. മാസ്കുലിൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്. അപ്പൊ സ്ത്രീയെ അപേക്ഷിച്ച് കായികമായിട്ടുള്ള ഓക്കെ അഫ്നർ, കായികമായിട്ട് കുറച്ചുകൂടി കഴിവ് പുരുഷനായിരിക്കും എന്നാണ് പറയുന്നത്. കൈക്കൊക്കെ കുറച്ച് മസിൽ പവർ കൂടുതൽ ആയിരിക്കും. എക്സെപ്ഷൻ കേസുകളൊക്കെ ഉണ്ടാവും കേട്ടോ, അത് വേറെ കേസ്. എന്നാലും പൊതുവെ എടുത്തു കഴിഞ്ഞാൽ കായികമായിട്ട് കുറച്ചുകൂടി ശക്തി കൂടുതൽ പുരുഷനായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാസ്കുലിൻ സ്ട്രോങ്. അപ്പൊ ഒരു ജെൻഡറിന്റെ പേരാണ് മാസ്കുലിൻ ജെൻഡർ. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബോയ് അതാണല്ലേ. ഓക്കെ ദിവ്യ. ഫാദർ അതാണല്ലേ. ബ്രദർ അതാണല്ലേ. കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവൻകുഴിയുടെ. അപ്പൊ ആണായിട്ട് വരുന്ന എല്ലാത്തിനെയും നമുക്ക് ഇതിനകത്ത് പറയാം മാസ്കുലിൻ ജെൻഡർ എന്ന് പറയാം. ആണായിട്ട് വരുന്ന എല്ലാത്തിനെയും നമുക്ക് മാസ്കുലിൻ ജെൻഡർ എന്ന് പറയും. ഇനി രണ്ടാമത്തെയാണ് ഫെമിനിൻ. ഫെമിനിൻ എന്ന് പറയുന്നത് ഫീമെയിൽ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് വരുന്നത്. ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്ത്രീയാണ്, നിങ്ങൾക്കറിയാം സ്ത്രീയാണ്. അപ്പോ സ്ത്രീകളായിട്ടുള്ള ഫെമിനിൻ ആയിട്ടുള്ള എല്ലാ നൗണുകളും ഇതിന്റെ കീഴിൽ വരും. നേരത്തെ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്താ പറയാം? ഗേൾ എന്ന് പറയാം. അത് ഫെമിനിൻ അല്ലേ, പെൺകുട്ടിയല്ലേ. മദർ അതും ആരാണ്? പെൺകുട്ടിയല്ലേ. സിസ്റ്റർ അതും ഏതാണ്? പെൺകുട്ടിയല്ലേ. ഡോട്ടർ അതും ഏതാണ്? കൗ പശു, അത് പെൺവർഗത്തിൽപ്പെട്ടതല്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് സൂചിപ്പിക്കുമ്പോൾ അങ്ങനെ ഫെമിനിനായ സ്ത്രീ ആയിട്ടുള്ള ഓക്കെ ദിവ്യ, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫെമിനിൻ എന്ന് പറയാം. അപ്പൊ മാസ്കുലിൻ എന്താണെന്ന് പറഞ്ഞു, ഫെമിനിൻ എന്താണെന്ന് പറഞ്ഞു, ജെൻഡർ എടുത്തു കഴിയുമ്പോൾ. ഇനി അടുത്തൊരു സംഗതിയാണ് ന്യൂട്ടർ. ന്യൂട്ടർ എന്ന് പറയുമ്പോൾ ന്യൂട്ടർ ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആണുമല്ല പെണ്ണുമല്ല. നൈദർ മെയിൽ നോർ ഫീമെയിൽ. അത് ആണുമല്ല പെണ്ണുമല്ല. നമുക്കൊരു ഉദാഹരണം, ഡെസ്ക് അതൊരു നൗണാണ്. അതിന് നമുക്ക് ആണായിട്ട് പെണ്ണായിട്ട് തിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട്, അതിന് നമുക്ക് ആണായിട്ടോ പെണ്ണായിട്ടോ തിരിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ ചില സംഗതികളെ നമുക്ക് ആണായിട്ട് തിരിക്കാൻ പറ്റില്ല, പെണ്ണായിട്ട് തിരിക്കാൻ പറ്റില്ല. ഫെമിനിനും ആക്കാൻ പറ്റില്ല, മാസ്കുലിനും ആക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെ നൈദർ ഫെമിനിൻ നോർ മാസ്കുലിൻ, അത് ആണുമല്ല പെണ്ണുമല്ല, ഫെമിനിനും അല്ല മാസ്കുലിനും അല്ല, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ന്യൂട്ടർ ജെൻഡർ എന്ന് പറയുന്നത്. ന്യൂട്ടർ ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് മൂന്ന് മനസ്സിലായില്ല. മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്ടർ. ഇനി നാലാമത്തെയാണ് കോമൺ ജെൻഡർ. കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐദർ മെയിൽ ഓർ ഫീമെയിൽ എന്നാണ്. നേരത്തെ ഞാൻ ന്യൂട്രൽ പറഞ്ഞപ്പോൾ പറഞ്ഞത് നൈദർ മെയിൽ നോർ ഫീമെയിൽ, വെച്ചാല് ആണുമല്ല പെണ്ണുമല്ല. കോമൺ എന്ന് പറയുമ്പോൾ നൈദറിന് പകരം ഉപയോഗിക്കുന്ന വേർഡ് ഐദർ ആണ്. ഒന്നുകിൽ ആണാവാം അല്ലെങ്കിൽ പെണ്ണാവാം. ഈക്വൽ ചാൻസ് ആണ്, 50-50 ചാൻസ് ആണ്. ഉദാഹരണം പറയുകയാണ്, നമ്മളൊരു പെൺകുട്ടിയെ കണ്ടു, അവൾക്കൊരു കുട്ടി ജനിച്ചു. കുട്ടി എന്ന് പറയണേ, അത് വേണമെങ്കിൽ പെൺകുട്ടിയാവാം. അപ്പൊ കുട്ടി എന്ന് പറയുമ്പോൾ അത് നൗണാണ്. വേണമെങ്കിൽ അത് എന്താവാം? ആൺകുട്ടിയാവാം. ഈക്വൽ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ആൺകുട്ടിയാവാം അല്ലെങ്കിൽ പെൺകുട്ടിയാവാം. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? 50-50 ചാൻസ് ആണ്. ഇപ്പൊ ഹീറോ, സ്റ്റുഡന്റ്, വിദ്യാർത്ഥി, ഹീറോ അല്ലേ, അത് തെറ്റാണ്. ഞാൻ വേറെ എക്സാമ്പിളിലോട്ട് പോയത്. സ്റ്റുഡന്റ്, വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ പെൺകുട്ടിയാവാം, വേണമെങ്കിൽ ആൺകുട്ടിയാവാം. അതുമല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അത് ബോയ് ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ അത് ഗേൾ ഫ്രണ്ട് ആവാം. ഇനി ഞാൻ പറയുന്നത് എന്റെ ശത്രു. ഓക്കെ, റെജീന കറക്റ്റ് ആണ്, ഡ്രൈവർ. എന്റെ ശത്രു എന്ന് പറയുമ്പോൾ നൗണാണ്. ശത്രു അത് വേണമെങ്കിൽ ആണാവാം അല്ലെങ്കിൽ വേണമെങ്കിൽ എന്താവാം, പെണ്ണാവാം. അപ്പൊ 2 ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കോമൺ ജെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ജെൻഡറിന്റെ കേസിൽ നൗണിനെ 4ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. മാസ്കുലിൻ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ, ന്യൂട്രൽ, ദെൻ കോമൺ. അപ്പൊ 4 എന്താണെന്ന് പറഞ്ഞു. മാസ്കുലിൻ ആണ്, ഫെമിനിൻ സ്ത്രീ, ന്യൂട്രൽ ആണും പെണ്ണും അല്ലാത്തത്, കോമൺ ഒന്നുകിലാണ് അല്ലെങ്കിൽ പെണ്ണാവാൻ സാധ്യതയുണ്ട്. ഇതാണ്
ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ നൗണിനെ വിഭജിക്കുന്നത്. മുമീന, യെസ്. സൈബ, സൈബ നസ്രീൻ, യെസ് സർ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, അൽഹംദുലില്ലാ, കുഴപ്പമില്ലാണ്ടൊക്കെ. വെരി ഗുഡ്, വെരി കുഴപ്പമില്ല. ഗുഡ്. Okay, okay, okay. What is your expectation about 2025? ഇംഗ്ലീഷിൽ പറയണോ മലയാളത്തിൽ പറയണോ? ഇംഗ്ലീഷ് ആയിക്കോട്ടെ. So many expectation and so excited about the 2025. I don't know. I will become a teacher. Yes. We are also going to build a house, inshallah. Inshallah. പറഞ്ഞോളൂ. കുറേ ഉണ്ട്, പക്ഷെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നറിയില്ല. Yes. മലയാളത്തിലാണെങ്കിൽ തകർത്തേനെ. സത്യം. അതാ പറഞ്ഞോ. ഇപ്പൊ ഒരു പ്രത്യേക പരിഗണന അനുസരിച്ചും ഡിസംബർ മാസത്തെ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടും സൈബക്ക് ഒരു 5 മിനിറ്റ് അത് അനുവദിച്ചിരിക്കുന്നു. പറഞ്ഞോളൂ. ഓക്കെ. എന്താ പറയാ, ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഇൻഡിപെൻഡന്റ് ആവാന്നുള്ളതാണ്, ഒരു ജോലി ഉള്ളതെന്നാണ്. എനിക്ക് അതിന്റെ കുറെ കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തരണം ചെയ്ത് ഞാൻ ഈ ക്ലാസ്സിൽ ചേർന്ന് നെക്സ്റ്റ് ഇയർ ഞാൻ എന്തായാലും സ്കൂളിൽ ടീച്ചറായിട്ട് കയറും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഞങ്ങളൊരു പ്ലോട്ട് മേടിക്കാനുള്ള പ്ലാനാണ്. അപ്പൊ ഒരു വീട് വെക്കണം, അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഒത്തു വരാണെങ്കിൽ ഇൻഷാല്ലാ നല്ല രീതിയിലാവും ഈ വർഷം എന്ന് പ്രതീക്ഷിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ സൈബയുടെയും കുടുംബത്തിന്റെയും ആഗ്രഹങ്ങൾ പോണിയിട്ട് ലെറ്റ് യുവർ ഡ്രീം കം ഇൻ ടു ട്രൂ, അത് സത്യമായിട്ട് തീരട്ടെ എന്നത് ഞങ്ങളെല്ലാവരും ദിവ്യയും അക്ഷരയും നിമിയും സഫിയും എല്ലാവരും കൂടെ ഞാനും ആശംസിക്കുകയാണ്. ഒക്കെ റെഡിയാവും. ഡോണ്ട് വറി, ബി ഹാപ്പി. യെസ്. അപ്പൊ ഞാൻ ചോദിച്ച കാര്യം പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞത് സൈബ, ഈ ന്യൂ ജെൻഡറിനെ കുറിച്ച് പറഞ്ഞത് പിടിയിട്ടില്ലേ? അതുപോലെ തിരിച്ചൊന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും മനസ്സിലാവാത്തണെങ്കിൽ അവരൊന്ന് മനസ്സിലായിക്കോട്ടെ. ഓക്കെ. മസ്കുലിൻ നൗണിന്റെ ഇതില് ജെൻഡറിൽ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്ടൺ ആൻഡ് കോമൺ ജെൻഡർ. മസ്കുലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു മെയിൽ. ഫെമിനിൻ എന്ന് പറയുമ്പോൾ അത് റിലേറ്റഡ് ടു ഫീമെയിൽ ആണ്, പെണ്ണാണെന്ന് ഇതാണെന്ന് പറയുന്നതാണ്. പിന്നെ ന്യൂട്ടൺ എന്ന് പറയുന്നത് നെയ്തർ മെയിൽ ഓർ ഫീമെയിൽ. ഇറ്റ്സ് എക്സാമ്പിൾ ലൈക്ക് ഡെസ്ക്, ജാക്ക് ഫ്രൂട്ട്. ഓക്കെ. പിന്നെ കോമൺ ജെൻഡർ ലാസ്റ്റ് വൺ, അത് either മെയിൽ ഓർ ഫീമെയിൽ, അത് ആണോ ആകാം അല്ലെങ്കിൽ പെണ്ണും ആകാം. എക്സാമ്പിൾ ലൈക്ക് ഫ്രണ്ട്, പിന്നെ എനിമി എക്സെട്ര. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയെ നമ്മൾ എന്ത് പറയും? വിധവ എന്ന് പറയും അല്ലേ? അപ്പൊ ഭാര്യ മരിച്ചുപോയ ഭർത്താവിനെ എന്ന് പറയും? അറിയില്ല സർ. ഞാൻ ആലോചിച്ചു. ഇംഗ്ലീഷില് ഒരു വേർഡുണ്ട്, ഞാൻ വെറുതെ ഇപ്പൊ സന്ദർഭോചിതമായി സൂചിപ്പിച്ചാണ്. നേരത്തെ ഹീറോയിൻ, വിഡോ എന്നുള്ളതിനെ കൂടി ഒരു ER ചെയ്തത് വിഡോവർ. ഓക്കെ, റെജിന കറക്റ്റ് ആണ്, വിഡോവർ. ഓക്കെ, ഓക്കെ. മെൻ ആണെങ്കിൽ മാൻ ആണെങ്കിൽ വുമൺ. ഓക്കെ. കവിയാണെങ്കിൽ കവിയത്രി എന്നൊക്കെ പറയാറില്ലേ? യെസ്, പോയറ്റസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത്. എന്താണ് നൗൺ എന്ന് പറഞ്ഞു, നൗണിന്റെ ഗ്രൂപ്പുകളായിട്ട് എത്രയായിട്ട് തിരിക്കാമെന്നുള്ള കാര്യം പറഞ്ഞു. അത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത്. ഓക്കെ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ന്യൂ ഇയറിനെ കുറിച്ചോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട
എന്തെങ്കിലും കാര്യത്തെ കുറിച്ചോ ക്രിസ്തുമസിനെ കുറിച്ചോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ പറയാനായിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അവസരം തന്നിരുന്നു. ആ അവസരമാണ് ഇനി നമ്മൾ വിനിയോഗിക്കാൻ പോകുന്നത്. യുവർ എക്സ്പെക്ടേഷൻ ആൻഡ് യുവർ കാൽക്കുലേഷൻ അബൌട്ട് 2025. യെസ്, ആരാണ്? രണ്ടായിരത്തി 2024 കുറിച്ചുള്ള നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലേ മക്കളെ? അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ദിവ്യ, വരൂ ദിവ്യ. സാർ, യെസ്, പറഞ്ഞോ. ആൽഫിയ പറഞ്ഞോളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. യെസ്, ഒന്നുകൂടി പറഞ്ഞോളൂ. ഇവർക്ക് ഒരു പ്രോത്സാഹനമാണ്. അതിന്റെ അകത്ത് അന്ന് പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ? കൂടുതലായിട്ട് സെയിം കാര്യങ്ങൾ പറയാനുള്ളൂ. യെസ്, 12 മിനിറ്റ് കൂടി ഉണ്ട്. യെസ്, പറഞ്ഞോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ സർ ഞാൻ പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഐ കൺഗ്രാജുലേറ്റ് യു ഫോർ കമ്മിങ് ഫോർവേഡ്. ഓക്കെ, അഫ്ന, സ്റ്റാർട്ട്. First of all, wish you a Merry Christmas and New Year to everyone. Okay, thank you. After my marriage, every New Year, I decided to restart my education. Yes. But 2024 it come true. Yes. In 2025, I have more expectation than 2024. Yes. In 2025, I am proudly say I am a teacher. Yes. I am very proud to say that word. Yes. Then after my marriage, I dropped out my degree. Yes. In BSc Computer Science. Then in 2025, I want to restart my degree education also. Yes, very good. Okay, I try to hard for a job. Yes. For a teacher job. When I get it, I restart my education with my own income. Yes. It's a ambition. It is a ambition for me. Yes. And same it is a challenge also. Okay, very good. Okay, thank you, sir. Okay. Parjo, Dhurtia, your ambition is to start your education with your own money. Okay, very good, very good. Okay, അത് ചെയ്തതിന് big salute. നേരത്തെ ഡോണ പറഞ്ഞ പോലെ ടു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. നമ്മൾ കഴിയാവുന്നത്ര ഫിനാൻഷ്യലി നമുക്കൊന്ന് സ്റ്റേബിൾ ആവാൻ പറ്റിയ വലിയ വരുമാനമല്ല, ചെറിയ വരുമാനമെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു അത് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് വേറെ ലെവലാണ്. Sir, sorry for the break, sir. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത് ഒരു ഉമ്മനെ സംബന്ധിച്ചോളം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പക്ഷെ അത് ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജിന് ശേഷമായിരിക്കും. നമുക്ക് നമ്മുടെ പാർട്ട്ണറെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ലൈഫ് ഈസ് മോർ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല, എന്നാലും എനിക്ക് അറിയാവുന്നവരേക്കും 70% ഓഫ് അങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ പാർട്ട്ണർ തരത്തില്ല എന്നല്ല, നമ്മൾ പാർട്ട്ണറും കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി നമ്മുടെ ലൈഫിൽ എപ്പോൾ ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസ് വരുമെന്ന് അറിയാൻ പറ്റത്തില്ല, വരുന്ന സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതാണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു എ വുമൺ ബിക്കം എ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. താങ്ക് യു സർ. അത് ശരിയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചാൽ ആ കാര്യം തരുമായിരിക്കും. ഒരു പ്രാവശ്യം ചോദിച്ചു, 2 പ്രാവശ്യം ചോദിച്ചു, 3, 4 പ്രാവശ്യം ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഞാനിനി എപ്പോഴും ചോദിക്കണ്ടേ എന്നൊരു തോന്നൽ വരും. അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നീട് ഇത് ചോദിക്കുമ്പോ ഓക്കെ അപ്പൊ നിങ്ങൾ ചോദിക്കാൻ മടി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഫിനാൻഷ്യലി ചെറിയൊരു ഇൻഡിപെൻഡന്റ് നമുക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അത് വളരെ നല്ല കാര്യം തന്നെ. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. ഒരു ഭയങ്കര വരുമാനം എന്നല്ല, ഒരു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലോട്ട് വരിക എന്നുള്ളത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ ഈ കല്യാണം കഴിച്ചു കഴിയുമ്പോഴേ അപ്പൊ നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ വിചാരിക്കും പഠിക്കാം എന്നൊക്കെ വിചാരിക്കും, അതൊരു ആവശ്യമാണ്. പക്ഷേ
പിന്നെ നമുക്ക് പഠിക്കുക എന്നുള്ളത് ആവശ്യം എന്നുള്ളതുമായിട്ടൊരു അത്യാവശ്യവും. ഇറ്റ് വിൽ ടേൺ ഇൻടു നെസസിറ്റി. മറ്റേ നീഡ്, ഒരു ആവശ്യമുണ്ട് പഠിക്കാം. പക്ഷെ അതൊരു അത്യാവശ്യമായിട്ട് പഠിച്ചേ തീരൂ എന്നൊരു ഘട്ടം വരും. പലപ്പോഴും ആ ഒരു ഘട്ടത്തിലോട്ട് എത്തി വരുമ്പോഴേക്ക് ചിലപ്പോൾ ഏജ് കയറിപ്പോകും. അങ്ങനെ ഒരു ചിന്ത വരാനായിട്ട് ജീവിതത്തിൽ നമ്മൾ കുറച്ച് സമയം പിടിക്കും. പല പല ഘട്ടങ്ങളിലൂടെ വരികയും പല പല പരീക്ഷണ ഘട്ടങ്ങൾ നേരിടേണ്ടിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക അത്രയും വരെ പഠിച്ച് അന്ന് അവിടെ നിർത്തിയത് ഒന്നും പൊടി തട്ടിയെടുത്ത് ഒന്നും കൂടി അങ്ങോട്ട് കയറി പോകാം എന്ന് വിചാരിക്കുക. അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ആവശ്യം എന്നുള്ളത് മാറിയിട്ട് ദാറ്റ് വിൽ ടേൺ ഇൻടു നെസസിറ്റി, ഒരു അത്യാവശ്യമായിട്ട് മാറും. അത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ചില കാര്യങ്ങൾ ആദ്യം ഒരു ആവശ്യമായിട്ട് പരിഗണിച്ചു, ഇപ്പൊ ആവശ്യമല്ല അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, അത് വളരെ രസകരമായിട്ട്. ഓക്കെ, ഇനി ആരാണ് 2025 പ്രതീക്ഷകളുമായിട്ട് ജീവിക്കുന്ന ആളുകൾ? നജില, സോഫിയ, യെസ്. അപ്പൊ മെപ്സി അല്ലേ പറ? മെപ്സി. ഞാൻ പുറത്താണ്. യെസ് 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 യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഇനി ആരാണ്? ഒരാൾക്കും കൂടി അവസരം തരാം. ഇപ്പൊ ഒരു കൃഷ്ണപ്രിയ ഉണ്ട് ഇതിനകത്ത്. കൃഷ്ണപ്രിയ, സാർ ഞാൻ പറയാം. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. സാർ ഞാൻ മലയാളത്തിൽ ഞാൻ മലയാളത്തിൽ പറയാം. എനിക്ക് 24 എന്റെ സാധിക്കാത്ത ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളതായിരുന്നു. 24 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് ബുള്ളറ്റ്. ഉള്ളതല്ല പഠിക്കണം എന്ന് ആഗ്രഹം. 82 പഠിക്കണം എന്നാണ് ആഗ്രഹം. മറ്റേ സൈലൻസർ ആണ്, മറ്റേ അത് സെൽഫ് അല്ല. അങ്ങനെ കുറച്ച് പിന്നെ അതിന്റെ ഒരു ട്യൂണിങ് സൗണ്ട് ഒക്കെ ഭയങ്കര വെറൈറ്റി ആണ്. ഇങ്ങനെ ഇങ്ങനെ പടപടാന്ന് ഇടിക്കുന്ന ആ ഒരു ഫീലാണ്. എനിക്ക് അത് പഠിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് നടന്നു. ഉണ്ട്. ഇപ്പൊ ഞാൻ 2 വീലർ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. വിത്തൗട്ട് ഗിയർ ആണ്. അപ്പൊ അത് എന്റെ നടക്കാണ്ട് പോയ ആഗ്രഹമാണ്. അത് ഞാൻ വിട്ട് കളയില്ല. അത് ഞാൻ ഓടിക്കും. എനിക്ക് ഞങ്ങളുടെ നാട് ശരിക്കും പറഞ്ഞ എറണാകുളം ജില്ലയിലെ തൊടുപുഴയാണ്. അപ്പം തൊടുപുഴ വരെയെങ്കിലും ഒന്ന് പോണം, ഒറ്റയ്ക്ക് ഒന്ന് പോണം എന്നുള്ളതാണ് എന്റെ വലിയ ആഗ്രഹം. 2025 തൊടുപുഴ അല്ല, അതിന് വേണമെങ്കിലും സ്മാർട്ട് സീൻ അരികത്ത് വരൂ. ചെറിയ ആഗ്രഹമുണ്ട്. ചെറുതല്ല, വലിയൊരു ആഗ്രഹം. എന്നെ സംബന്ധിച്ച് വലിയൊരു ആഗ്രഹമാണ് അത്. പിന്നെ ഞാൻ ഒരിക്കലും ഇത് എന്റെ ആഗ്രഹിച്ചിട്ട് എനിക്ക് പറ്റുമായിരുന്നു, പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിച്ചില്ല. അതിന്റെ നടക്കാതെ പോയ ആഗ്രഹം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന ആഗ്രഹങ്ങളാണ്. എനിക്ക് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റി. കഴിഞ്ഞ മാസമാണ് അത് മേടിച്ചത്. പിന്നെ ഇനിയിപ്പോ ഇന്നിപ്പോ എനിക്ക് അറിയാൻ പറ്റും, എന്റെ വീട് പണിയുടെ പെർമിറ്റ് കിട്ടുന്ന ദിവസമാണ് ഇന്നെനിക്ക്. അപ്പൊ ഇത് കഴിഞ്ഞ് പഞ്ചായത്തിൽ പോയി അത് വാങ്ങിക്കണം. കല്ലൂർക്കാട് പഞ്ചായത്താണ്. എന്തോ അത് തന്നെ. അതിന്റെ കൂടി പോണം. അവിടെയാണ് പഞ്ചായത്ത്. അപ്പൊ അത് വാങ്ങിക്കാൻ പോവാനായിട്ട് ക്ലാസ് കഴിയുമ്പോ അതിന് റെഡി ആയിട്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഇല്ല എന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്വന്തമായിട്ടൊരു വീട് പണിയാൻ പറ്റുന്നോ, സ്ഥലം വാങ്ങിക്കാൻ പറ്റുന്നോ. അത് ഈ വർഷം ആദ്യം ജനുവരി 1 പണി തുടങ്ങാനായിട്ട് ഇങ്ങനെ ഇരിക്കണം. പിന്നെ വലിയൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ ഹസ്ബൻഡും ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്.
അപ്പൊ അതിന്റെ ചെറിയ ഉടക്കുകൾ എന്റെ കുടുംബത്തില് എന്റെ ആങ്ങളമാരൊക്കെ ആയിട്ട് ചെറിയ ഉടക്കായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എന്റെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി ഒരു 3-4 മാസം. ആ മരണത്തോടുകൂടി ഞങ്ങൾ എല്ലാവരും പിന്നെ സെറ്റായി. അത് വലിയൊരു സന്തോഷത്തിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അതെ, ബന്ധങ്ങള് എപ്പോഴും നമുക്ക് ഒരു സപ്പോർട്ടാണ്. അങ്ങനെ ഒരു വലിയൊരു സന്തോഷം ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കൊഞ്ചിച്ച് പറഞ്ഞൊക്കെ കൊണ്ടു നടക്കാനൊക്കെ ആയിട്ട് കുറെ ആങ്ങളമാര് അങ്ങനെ മറ്റേ ആരുമായിട്ട് മിണ്ടാനോ അങ്ങനെ ആരുടെയും വീട്ടിൽ പോകാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ആരും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ അവര് അംഗീകരിച്ചു, കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇപ്പൊ എന്റെ കുട്ടികൾ അമ്മാവന്മാര് അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. മറ്റേന്ന് പറയുമ്പോ ഞാന് ആ ഒരു ലോകമായിരുന്നു. ഇപ്പൊ അത് മാറി കുടുംബങ്ങളെല്ലാം നല്ലൊരു അടിപൊളിയായി. അപ്പൊ ജനുവരിയിലേക്ക് ഞങ്ങള് ജസ്റ്റ് ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം. പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ എന്റെ മുടങ്ങിപ്പോയ സംഭവം ചെറിയ രീതിയിലെങ്കിലും നമുക്കതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റി, പഠിക്കാൻ പറ്റി. ഞാനും 5 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പറ്റി. ദീപ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടിരുന്നവര് ഇപ്പൊ ദീപ ടീച്ചർ എന്ന് പറയുന്ന ഒരു ഭയങ്കര നമുക്ക് എനിക്ക് തന്നെ എന്നോട് അഭിമാനം തോന്നിയിട്ട് ഞാൻ 2 മിനിറ്റ് എണീറ്റ് നിന്നു. ആ കണ്ണാടിയിൽ നോക്കിയിട്ട് തോളത്തൊന്ന് തട്ടാൻ ടീച്ചറെ എന്താ പറയാ, അടിപൊളിയാണ് ടീച്ചറെ സ്വയം ഒന്ന് പറഞ്ഞേക്ക്. അങ്ങനെ വലിയൊരു അഭിമാനം കിട്ടി. പിന്നെ അത് തന്നെയല്ല, എന്റെ കുട്ടികളുടെ കൂടെ എന്റെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിന്റെ ഇപ്പുറത്തെ ക്ലാസ് റൂമിലാണ് എനിക്ക് പഠിപ്പിക്കാൻ. അപ്പൊ അവരെല്ലാവരും സ്കൂളിലെ ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞ എന്റെ അമ്മ ടീച്ചറാ ഇവിടെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്കും ഞാൻ കാരണം അവർക്കും വലിയൊരു അംഗീകാരം കിട്ടുന്നുണ്ട്. അപ്പൊ വലിയൊരു സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു കൊല്ലം കൊള്ള അടിപൊളിയാ. ഇനി എന്ത് വരുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാനൊരു ഇത്തിരി ഇംഗ്ലീഷ് സംസാരിക്കാം. അതിപ്പോ ജസ്റ്റ് ഞാൻ സിസ്റ്റത്തിൽ കണ്ടുവരുതാട്ടോ. കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എഴുതി വെച്ചു. A new year is like a blank book and pen is in your hands. It is your chance to write a beautiful story for yourself. Yes. Let us begin with it. Okay. അതെനിക്കത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ശരിയാണ്ടോ, നമുക്ക് എഴുതാൻ പറ്റിയ, നമുക്കിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഒരു വർഷം ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളത് നമ്മുടെ കയ്യിൽ പെന്നും ഉണ്ട്. നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നു അതുപോലെ എനിക്ക് കാര്യങ്ങൾ കുറച്ച് പരിധി വരെ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ അത് പറയുക. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഐശ്വരാനുഗ്രഹം ഉണ്ട്. അതുകൊണ്ടാണ് ദീപം കയറി ഒരാളെ ദൈവാനുഗ്രഹം ഉണ്ട്. അപ്പൊ ഇനിയും അത് പടം പോലെ കയറി ഉയരങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് പറയാം. അതെ, വീട് പണിയൊക്കെ കഴിയുമ്പോഴത്തേനെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്കൂളിലൊക്കെ നമുക്ക് കിട്ടും കൂടിയൊക്കെ ആണെങ്കിൽ ജൂൺ ജൂലൈ ഒരു 5-7 മാസമാണ് വീട് പണിയുടെ ഒരു സമയം ഞാൻ കൊടുത്തേക്കുന്നത്. സമയം ഞാൻ മനസ്സിലാക്കിയേക്കണത്. അപ്പൊ അതോടെ നമുക്കൊരു ജോലിയും കൂടിയായി നമ്മള് ഒന്ന് സ്റ്റേബിൾ ആവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഒരു നല്ല ഇത് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകട്ടെ. പിന്നെ വലിയൊരു അത് പേഴ്സണലാണ്, വലിയൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ച് വെച്ചിട്ട് നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നടക്കുവാണെങ്കിൽ കണ്ടതിൽ വെച്ച് എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് പൂർത്തിയാവാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറയാം, എനിക്ക് 2 ആൺകുട്ടികളാണ്. എനിക്കൊരു പെൺകുട്ടി വേണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാനത് വേറൊരു കുട്ടീനെ എന്റെ കൂടെ കൂട്ടണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞൊക്കെ ഇരിക്കുന്നു. പക്ഷെ അവര് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി നമുക്കൊരു നല്ല ജോലി കാര്യങ്ങൾ ഉണ്ടാവണം. എന്റെ മക്കളുടെ ഒപ്പം തന്നെ പഠിപ്പിച്ചെടുക്കാൻ പറ്റിയൊരു കുഞ്ഞ്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും നമുക്ക് അങ്ങനെ കിട്ടില്ല. അതിനൊക്കെ ഭയങ്കര ഫോർമാലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. ജസ്റ്റ് ഞാൻ എന്റെ ഫ്രണ്ട് മുഖേന അന്വേഷിച്ചു. പക്ഷെ അത് എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. കാരണം അങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ് അവളുടെ. ഒരു ആൺകുഞ്ഞിനെയാണ് കേട്ടോ. അപ്പൊ എനിക്കൊരു പെങ്കൊച്ചിനെ വേണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ചിന്തയിൽ നിൽക്കുന്നു. നടക്കുമെന്നൊന്നും അറിയില്ല. എല്ലാരും സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഞാനിങ്ങനെ ദീപയുടെ ഈ ഒരു ആഗ്രഹത്തെ അല്ലെങ്കിൽ അത് അങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന ആ വലിയൊരു മനസ്സിൽ അതിങ്ങനെ വലിയൊരു തീരുമാനമാണ്. അത് നടക്കോ ഇല്ലയോ എന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ലാത്തൊരു ആഗ്രഹമാണ്. പക്ഷെ വീട് മേടിക്കാം
എനിക്ക് നടക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. അതിനെ ഇങ്ങനെ ഞാൻ കൈവിടാതെ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ ദീപ, ഡോണ്ട് വറി, ബി ഹാപ്പി, എവറിത്തിങ് എല്ലാം ശുഭകരമായിട്ട് സംഭവിക്കട്ടെ. എല്ലാവിധ ആശംസകളും ദീപക്ക് ഞങ്ങൾ നേരുകയാണ്. അപ്പോ സമയമായി. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. നമുക്ക് ഇതിന്റെ ബാലൻസ് ഉള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. നിങ്ങളുടെ സന്തോഷങ്ങള്, നിങ്ങളുടെ ദുഃഖങ്ങള് എല്ലാം ഷെയർ ചെയ്യുക. സന്തോഷങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിനിട്ട് സന്തോഷമാവും. ദുഃഖങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് കുറഞ്ഞു വരും. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസ് ആൻഡ് പുതുവത്സര ആശംസകൾ. ബൈ. Thank you, sir. Happy Christmas. Okay.